അല്ലെ ഇപ്പൊ നൂറയുടെ ഉമ്മയുടെ കുറച്ച് വീഡിയോസ് ലൈക്ക് ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. നൂറെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, അവൾ ഇനിയും തിരിച്ചു വരുവാണെങ്കിൽ ഇതൊക്കെ കളഞ്ഞിട്ട് വരികയാണെങ്കിൽ വീണ്ടും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിക്ക് ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഉമ്മ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് അല്ലാതെ തന്നെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. അത് ഇത് നടന്നുകൊണ്ടിരുന്ന സമയങ്ങളിൽ. കാരണം ഈ പ്രശ്നം അവർ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പുറത്ത്, അതായത് ഇതിൻ്റെയൊക്കെ തുടക്കകാലത്തിനൊക്കെ ശേഷം പലപ്പോഴും ഇവർ സെയിം സംഗതി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ പലപ്പോഴും എനിക്ക് അയച്ചു തരും ഈ പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ, ഇവർ സംസാരിക്കുന്നത്, ഫോൺ റെക്കോർഡ്, ഇതൊക്കെ നമ്മളും കേട്ടിട്ടുള്ളതാണ്. അപ്പം ഇപ്പം ഈ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷെ അവർ കുട്ടികൾ കടന്നു പോയിട്ടുള്ള ആ സംഗതി അവർക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത്രമാത്രം വെറുപ്പ് അവരോട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭയം അവരോട് വന്നത് വെറുപ്പിനേക്കാൾ കൂടുതൽ ഭയമാണ്. എന്തെങ്കിലും ചെയ്ത് കളയോ എന്നുള്ളൊരു ഭയം. കാരണം അതാണ് ചെയ്തിട്ടുള്ളത്. കൊട്ടേഷൻ കൊടുത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരതിനു വേണ്ടിയിട്ട് പിന്നാലെ കൂടിയ ആളുകളെയും നമുക്കറിയാം. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ആ സമയത്ത് അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള വിഷയമാണത്. ആ ഭയന്ന് വിറച്ച് വിളിക്കുക, പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വരെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കംപ്ലൈൻറ്റ് എഴുതാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അത് ആ മൊമെന്റിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇരുന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധമാണ് എന്നുള്ളത് അവർ സ്വയം ആലോചിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അവർക്ക് അങ്ങനെ നെഞ്ചിൽ കൈവച്ച് തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്ന കാര്യമാണ്.